ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, ഈനിടത്തു നിന്നെണീറ്റുതിർത്തു വന്നതാ. രാഷ്ട്രീയ സാഹിത്യത്തിന് കുറെ മാറ്റം വന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. കേരളത്തിൽ നമുക്ക് നല്ല തോൽവി സംഭവിച്ചു. നമ്മുടെ നിയോജകമണ്ഡലത്തിലും 77 ശേഷം ആദ്യമായി നമ്മൾ തോറ്റുപോയി. ആ തോൽവിയുടെ കാരണങ്ങൾ നന്നായി വിശകലനം ചെയ്ത് അതിൽ നമുക്കെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ നന്നായി ചർച്ച ചെയ്തിട്ടുണ്ട്. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും, അതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് പോകും. ഈ നാടിന്റെ ശബ്ദമുയർത്താൻ ഈ തോൽവിയിൽ നിന്ന് ഉണർന്നെണീറ്റു തന്നെ വരും ഈ പ്രസ്ഥാനം എന്നതിന് യാതൊരു തർക്കവും വേണ്ട. നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ട് UDF അധികാരത്തിൽ വന്നു. 102 സീറ്റുണ്ട്, വലിയ ഭൂരിപക്ഷമെല്ലാം ഉണ്ട്. സത്യത്തിൽ അവരുടെ തുടക്കമാണ്. നമ്മൾ മിണ്ടാതിരുന്ന് നോക്കിക്കാണേണ്ട സമയമായിട്ടുള്ളൂ. പക്ഷേ ഈ കേരളത്തെ അപകടകരമായ ദിശയിലേക്ക് ഇക്കൂട്ടർ നയിക്കുകയാണ്. അതിന് രാഷ്ട്രീയമൊക്കെ ഇവിടെ നേതാക്കന്മാർ വിശദീകരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുകയല്ല. അങ്ങനെ നാടിനെ തകർക്കാൻ നിന്നാൽ ഭൂരിപക്ഷത്തിന്റെ അഹങ്കാരത്തിൽ എന്തും ചെയ്യാമെന്ന് കരുതിയാൽ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ CPM ഉണ്ടാകും എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് നമ്മുടെ ഈ ആൾക്കൂട്ടം. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തി, അധ്വാനിക്കുന്നവന്റെ ശബ്ദമുയർത്തി ഇനിയും മുന്നോട്ട് തന്നെ പോകും. ഈ പരാജയമൊന്നും ഞങ്ങളെ തളർത്തില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും അങ്ങനെ തളർത്തിയിട്ടില്ല. ഏത് പ്രതിസന്ധികളെയും നിശ്ചയദാർഢ്യത്തോടും നേരിടാൻ ഞങ്ങളെ പഠിപ്പിച്ചൊരു പാർട്ടിയുണ്ട്, അതിന്റെ നേതൃത്വമുണ്ട്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, പാട്ട് കേട്ടിട്ടില്ലേ? വീണിടത്തു നിന്നെണീറ്റുതിർത്തു വന്നതാ. ഈ പ്രസ്ഥാനം ഈ കേരളത്തിൽ അങ്ങനെ ഉണർന്നു പൊങ്ങാൻ പോവുകയാണ് എന്നതുകൂടി ജനങ്ങളുടെ മനസ്സിലുണ്ട്. എന്നും ഞങ്ങളെ സ്നേഹിച്ചത്, ഞങ്ങളെ നിലനിർത്തിയത് ഈ നാട്ടിലെ സാധാരണക്കാരാണ്. കേരളത്തിന്റെ കരുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് പ്രതിസന്ധിയിലും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര ദാർഢ്യം, അത് ഞങ്ങളെ പഠിപ്പിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് പിണറായി വിജയൻ. അന്നത്തെ മുഖ്യമന്ത്രി, ഇന്ന് പ്രതിപക്ഷ നേതാവ്. ആ സ്ഥാനമാറ്റങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ യശസ്സിനെ, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് അവബോധത്തെ, അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠവത്തെ ഒരു പോറലും ഏൽപ്പിക്കാൻ കഴിയല്ല ഈ കേരളത്തിൽ.